ഗൾഫ് പര്യടനത്തിനുള്ള അനുവാദം കിട്ടുമോ മുഖ്യമന്ത്രിക്ക്? അങ്ങനെ ഒരു സംശയം ഉടലെടുത്തിരുന്നു കേന്ദ്രത്തെ അനുവാദത്തിനായി സമീപിച്ചപ്പോൾ. പക്ഷേ ആ സംശയമൊക്കെ അസ്ഥാനത്താണ് എന്ന് വരുത്തിക്കൊണ്ട് ആ അനുവാദം കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ഗൾഫ് പര്യടനത്തിനായി തിരിക്കുന്നു. അപ്പൊ ഇതിൽ പക്ഷേ ഈ അയ്യപ്പ വിഗ്രഹ മോഷണത്തിന് പുറകിലുള്ള ചുരുളഴിയാത്ത കഥ ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ചുരുളി അഴിയാനുള്ള കഥകൾ ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. കാരണം പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അത്ര ശുദ്ധ മനസ്കനായിട്ട് ആരും കാണാത്ത ഒരു മുഖ്യമന്ത്രി. ആദ്യ ഭരണത്തിൽ കയറിയപ്പോൾ മുതൽ സ്വർണത്തിൽ തൊട്ടു തുടങ്ങിയതാണ്. അതിപ്പോഴും സ്വർണത്തിൽ തൊട്ടു നിൽക്കുന്നു. ഇനിയും എങ്ങനെയൊക്കെ ആകും എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ പര്യടനം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഒരുപാട് പേരുമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു മന്ത്രി സജി ചെറിയാനുണ്ട്, ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഉണ്ട്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉണ്ട്, ചീഫ് സെക്രട്ടറി A ജയതിലക്, ഇങ്ങനെയുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ 22-ന് മസ്കറ്റിലെത്തും. 24-ന് അവിടെ പൊതുപരിപാടി, 25-ന് സലാലയിലെ പരിപാടിയിലും പങ്കെടുത്ത് 26-ന് തിരികെ എത്തും. അപ്പൊ അദ്ദേഹത്തിനുള്ള പൊതുപരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോർക്കയുടെ പൊതുപരിപാടിയുണ്ട്, ലോക കേരള സഭയുടെ പരിപാടിയുണ്ട്, മലയാളം മിഷൻ പരിപാടിയുണ്ട്, പ്രവാസി ക്ഷേമനിധിയുടെ പരിപാടികളുണ്ട്. അപ്പൊ മലയാളം മിഷൻ പരിപാടി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം മലയാളം ഔദ്യോഗിക ഭാഷയാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തന്നെ ദിവംഗതനായ MT വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഒരു വാചകം എഴുതി വച്ചിരുന്നു. ആ ഫലകം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അറിയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊക്കെയാണ് നമ്മൾ പത്രങ്ങളിൽ നിന്ന് കേട്ടത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ കാല് നക്കികളാണ് അത് ചെയ്തത് എന്നതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് ദുഷ്കർമ്മം ചെയ്യാനും എന്ത് നേടിയെടുക്കാനും സാധിക്കുമെന്ന് അറിവുള്ളവരാണ് അങ്ങനെ ചെയ്തത് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ കർമ്മഫലം ഏറ്റുവാങ്ങേണ്ട മുഖ്യമന്ത്രിയാണ് ഇപ്പോ ഈ പറയപ്പെട്ട മലയാളം മിഷൻ ചർച്ച നടത്തുന്നു ഗൾഫിൽ ചെന്നിട്ട് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. അതുപോലെ തന്നെ ലോക കേരള സഭയെ പറ്റി, നോർക്കയെ പറ്റി ഇപ്പോൾ കുറെ പുതിയതായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ, അതായത് പ്രവാസികൾക്ക് സഹായകരമായ ഒരുപാട് നടപടികളൊക്കെ, ഒരുപാട് തീരുമാനങ്ങളൊക്കെ ഈ അടുത്ത നാളുകളിൽ ഗവൺമെന്റ് ഓഫ് കേരള എടുക്കുകയുണ്ടായി. നോർക്കയുമായിട്ടുള്ള ചർച്ചയിൽ എന്താകും ഉണ്ടാവുക നമുക്കറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നോർക്ക കെയർ സ്കീമിൽ നിന്ന് റിട്ടേൺ ചെയ്ത, അതായത് പ്രവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ വ്യക്തികളെ ഒഴിവാക്കിയതിനെതിരെ കേസ് ഉണ്ടായിരുന്നു. ആ കേസിന്റെ കാര്യത്തില് കേസ് കൊടുത്തത് ഒരു NGO ആണ്, NR കേസ്. അതുപോലെ തന്നെ NR കേസും 2 NRKകൾ, അതായത് ഈ റിട്ടേൺ ചെയ്ത പ്രവാസികളും ആ കേസിൽ കക്ഷി ചേർന്നിരുന്നു. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നോർക്ക കെയർ സ്കീമിൽ മടങ്ങി വന്നവരെയും ചേർക്കണമെന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത്? കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കെയർ സ്കീമാണ്. ആ കെയർ സ്കീമില് the insurance coverage for the scheme is set to be effective from November 1, 2025. അതുകൊണ്ടാണ് അതിന് മുൻപ് തന്നെ കോടതിയിൽ പോയത്. അപ്പം ആ സ്കീമില് ഉൾപ്പെടുന്നവർക്ക് the scheme offers beneficiaries the ability to access cashless treatment in more than 12,000 hospitals throughout India. അതാണ് ആ നോർക്ക കെയറിന്റെ പ്രത്യേകത. അതായത് പൈസ കൊടുക്കാതെ തന്നെ 12,000 ആശുപത്രികൾ ഇന്ത്യക്കകത്ത് ചികിത്സ നേടാനുള്ള സൗകര്യം ഈ തിരികെ വന്ന ഓരോ പ്രവാസിക്കും ഉണ്ടാകും. അത് തിരികെ വന്നവർക്ക് കിട്ടാത്ത രീതിയിലാണ് നോർക്ക കെയർ ഫോം ചെയ്തിരുന്നത്. അത് ശരിയല്ല. അത് തിരികെ വന്നവർക്കും ആ ആനുകൂല്യം ലഭ്യമാക്കണം എന്ന് പറഞ്ഞാണ് കോടതിയിൽ പോയത്. 12,000 ഹോസ്പിറ്റൽസ് ഇന്ത്യക്കകത്ത് ഈ നോർക്ക കെയറിൽ ഉൾപ്പെട്ടവർക്ക്
ഫ്രീ ചികിത്സ കിട്ടും. അതുപോലെ കേരളത്തിൽ തന്നെ 600 സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ നിന്ന് അവർക്ക് ചികിത്സ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു സ്കീമില് ഈ മടങ്ങി വന്നവരെ ചേർക്കാതിരുന്നതിനെ നല്ല രീതിയിലല്ല കോടതി പോലും കണ്ടത്. കോടതി അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സംഘടനകളും ഒക്കെ അവരെ ഉൾപ്പെടുത്തണം എന്ന തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതായത് പ്രവാസി ലീഗൽ സെൽ ഇതേ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മുഖ്യമന്ത്രി അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരെ മടങ്ങി വന്നവരെ ഉൾപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കണം എന്നൊക്കെ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന നോർക്കയുടെ തലപ്പത്തിരിക്കുന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമായിരിക്കാം. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത് ഈ ഗൾഫ് പര്യടനം എന്ന് പറയുന്നത് ഒരു പണപ്പിരിവിനുള്ള മാർഗമാണ്. അതായത് അയ്യപ്പ സംഗമം പോലെ, അതുപോലെ എൻ്റെ കേരളം പരിപാടി പോലെ, കേരളീയം പോലെ, നവകേരള സദസ് പോലെ ഒക്കെ പുതുതായിട്ട് ഇപ്പൊ ഇലക്ഷനിലേക്ക് പോവുകയാണല്ലോ. അപ്പം ഒന്നാമത് ഇലക്ഷനെ പറ്റിയുള്ള നമ്പർ 1 ആണ് LDF ഗവൺമെന്റ് 1ഉം LDF ഗവൺമെന്റ് 2ഉം. അതായത് കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റി, അതുപോലെ കേരളം നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ ഒക്കെ എണ്ണി പറഞ്ഞ്, നേടിയെടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നു എന്ന് വിചാരിച്ച് നേടിയെന്ന് ഞാൻ അടിവരയിടുകയല്ല ചെയ്യുന്നത്. എനിക്കറിയാം ഇവിടെ ആരോഗ്യരംഗത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് നമുക്കറിയാം. കാർഷിക മേഖലയുടെ വളർച്ചയെ പറ്റി അദ്ദേഹം വാചാലനാകുമ്പോൾ നമുക്കറിയാം ഇവിടെ കാർഷിക രംഗം ആനയുടെയും കരടിയുടെയും പുലിയുടെയും ഒക്കെ നഖങ്ങൾക്കിടയിൽപ്പെട്ടും ഒക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതുപോലെയാണ് ഏത് വ്യാവസായിക രംഗം, ലേബർ മിലിറ്റൻസി, നോക്കുകൂലിയിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അതുപോലെ സമസ്ത മേഖലകളും അടിച്ചമർത്തപ്പെട്ടതുപോലെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എല്ലാം നമ്പർ 1 നമുക്കറിയാം. നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൺസ്ട്രക്ഷൻ നടന്നിടത്തൊക്കെ എന്ത് സംഭവിച്ചു? കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ അവസ്ഥ അതെന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ബഹുകോടി, ഒരു പക്ഷെ സഹസ്ര കോടി കൈക്കൂലി ആ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ടേഴ്സിൽ നിന്ന് നേടിയതായിട്ട് ഒരു ഹിന്ദുവില് ഒരു വാർത്ത ഞാൻ കണ്ടു. അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പണം വാങ്ങിക്കൊണ്ടാണോ ഇതുപോലെ കൺസ്ട്രക്ഷൻ നടത്തി നമ്മളെ വെട്ടിലാക്കിയിരിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. എങ്കിലും നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നമ്പർ 1 എന്ന് ഗൾഫിൽ ചെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയും. സംശയമില്ലാത്ത കാര്യമാണ്. കൂടെ പോയിരിക്കുന്നവരൊക്കെ സേവകരാണ്. അദ്ദേഹം എന്തു പറഞ്ഞാലും റാൻമൂളികളായിട്ട് നടക്കുന്നവരാണ് കൂടെയുള്ളവര്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭാഷണം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു എലക്ഷൻ പ്രൊപ്പഗാൻഡ, അതായത് ഒരു എലക്ഷന്റെ പ്രൊപ്പഗാൻഡ വർക്ക് തുടങ്ങുന്നു, അതിനുള്ള ഒരു റീൽ പ്രിപ്പറേഷൻ, അതിനൊക്കെ വേണ്ടിയുള്ള സംസാരത്തിനും ഒക്കെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൈമടങ്ങ് എന്ത് കിട്ടുന്നു അത് വാങ്ങിച്ചു കൊണ്ടുപോരുക. അതിനാണല്ലോ അയ്യപ്പ സംഗമം നടത്തിയത് ഇലക്ഷൻ ഫണ്ടിലേക്ക്. ഈ റീൽസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ധാരാളം ഫണ്ട് വേണം. അപ്പൊ ഈ ഫണ്ടൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ഉള്ള ആൾക്കാരെ ഒക്കെ കൂട്ടി പോകുന്നതും അവിടെയൊക്കെ ഇങ്ങനെയുള്ള നടത്തുന്നത്. അപ്പൊ ഇതിനൊരു രാഷ്ട്രീയ ചായ, അതായത് ഇത് LDFന്റെ ഒരു രാഷ്ട്രീയ ചായ ഇതിന് വന്നിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്ന പ്രവാസികൾ ആരും തന്നെ ഈ പറയപ്പെട്ട മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അതായത് നമുക്കറിയാം, അദ്ദേഹം ന്യൂയോർക്കിൽ പോയി ലോക കേരള സഭ നടത്തി. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആയിരുന്നല്ലോ കോവിഡ് ഉണ്ടായത്. കോവിഡ് ഉണ്ടായപ്പോൾ പ്രവാസികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, കോവിഡ് ബാധിച്ചവരും മരിച്ചവരും അല്ലാത്തവരുമായ പ്രവാസികളെ, അവിടെ ജോലി നഷ്ടപ്പെട്ടവരെ ഒക്കെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഫ്ലൈറ്റ് പോലും കിട്ടാതെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഈ നോർക്കയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നോർക്കയുമായി ബന്ധപ്പെട്ട ആരുമോ ഒന്നും കണക്കിലെടുത്തില്ല. ഇത് ഏതെങ്കിലും ഒരു ചെറുവിരൽ അനക്കി പോലും അവരാരും സഹായിച്ചില്ല, സംസാരിച്ചില്ല ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അവസാനം ഒരു നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അതിനുള്ള ഫ്ലൈറ്റുകളൊക്കെ ക്രമീകരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്.
അപ്പൊ എന്തിനാണ് ഈ നോർക്കായ്ക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ പോകുന്നത്? അവരുമായിട്ടൊക്കെ ഇങ്ങനെ വലിയ മീറ്റിങ്ങുകളൊക്കെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി ഇവിടെ ഫിസിക്കൽ ക്രൈസിസ് ആണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട നോർക്കയുമായിട്ടൊക്കെ നോർക്കയുമായിട്ട് സംസാരിക്കണമെങ്കിൽ നോർക്ക ഇവിടെ വരണം, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ ആണ് മറ്റു കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ലോക കേരള സഭയിലുള്ളവരൊക്കെ ആ പ്രവാസികൾക്ക് ലോക കേരള സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കോടികൾ ചെലവഴിക്കേണ്ട കാര്യമില്ല. അത് ഇവിടെ വെച്ച് നടത്താവുന്നതേ ഉള്ളൂ, ചെലവ് കുറഞ്ഞ രീതിയിൽ. അത് മാത്രവുമല്ല, അത് നടത്തേണ്ട ആവശ്യമില്ല. നോർക്ക വഴി ചെയ്യാവുന്ന കാര്യങ്ങൾ ലോക കേരള സഭ വഴി എന്തിനാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്താണ് ഇതുവരെ ലോക കേരള സഭ നേടിയത്? ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഇതാണ്. അപ്പം അതായത് എത്ര ഫിസിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിക്ക് ദൂർത്തടിക്കാൻ പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. അതുകൊണ്ടാണല്ലോ എല്ലാ ഫണ്ടും വകമാറ്റി ചെലവഴിച്ചു പോകുന്നു എന്ന് CAG എല്ലാ റിപ്പോർട്ടുകളിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ധൂർത്തും വകമാറ്റലും ഇത് രണ്ടുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഈ രണ്ട് കാര്യത്തിലും ഗവൺമെന്റ് നമ്പർ 1 ആണ്. അത് ആരും മറക്കല്ലേ. അതായത് ധൂർത്തിലും വകമാറ്റലിലും ഗവൺമെന്റ് നമ്പർ 1 ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ രംഗം വെന്റിലേറ്ററിലാണ്, ആ കാര്യത്തിലും നമ്പർ 1 ആണ്. വേറെ ഒരു ഭരണകാലത്തും മെഡിക്കൽ രംഗം വെന്റിലേറ്റർ ആയിരുന്നില്ല, ഇത്ര ശോച്യമായ അവസ്ഥയിലുമായിരുന്നില്ല. കോവിഡ് കാലത്ത് പോലും ശൈലജ ടീച്ചർ ഇതിനേക്കാൾ എത്രയോ വിദഗ്ധമായിട്ടാണ് മെഡിക്കൽ രംഗത്തെ സംരക്ഷിച്ചത്. അന്നും ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും. പക്ഷെ ഇപ്പോഴാണ് ഈ മെഡിക്കൽ രംഗം ഇതുപോലെ വെന്റിലേറ്റർ ആയത്. ആരോഗ്യം വെന്റിലേറ്ററിൽ, വ്യവസായം വെന്റിലേറ്ററിൽ, കൃഷി വെന്റിലേറ്ററിൽ, എന്താണ് വെന്റിലേറ്റർ അല്ലാത്തത്? നാഷണൽ ഹൈവേ വെന്റിലേറ്ററിൽ, എല്ലാം വെന്റിലേറ്ററിൽ തന്നെ. അങ്ങനെ ഈ വെന്റിലേറ്റർ രാജാണ് കേരളത്തിൽ നടക്കുന്നത്. അടുത്ത ഭരണത്തിനും വെന്റിലേറ്റർ രാജ് തന്നെ കടന്നു വരണം. അതിന് സഹായിക്കണം എന്ന് പറയാൻ വേണ്ടി ഇവിടെ നിന്ന് ഇത്രയും പേർക്ക് വിമാന ടിക്കറ്റ് എടുത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ പോണായിരുന്നോ? അതോ അവിടെ വീണ്ടും എന്തെങ്കിലും സ്വർണ്ണ ഖനി ഉയർത്തെഴുന്നേറ്റു വരുന്നുണ്ടോ എന്നുള്ളതും അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു.